അഗ്നിസാക്ഷി ഭാഗം 2. സന്ധ്യാനേരം. അമ്പാടിത്തറവാട്ടിലെ യശോദാമ്മ 4 വയസ്സുകാരനായ കൊച്ചുമകൻ വിഘ്നേഷ് എന്ന ഉണ്ണിക്കുട്ടൻ്റെ കൈയും പിടിച്ച് അമ്പാടിത്തറവാട്ടിലേക്ക് കയറി. നേരം സന്ധ്യയായല്ലോ, ഇതുവരെ വിളക്ക് വെച്ചില്ലേ? എവിടെ അവരൊക്കെ? വീണേ മോളെ, വിളക്ക് വയ്ക്കാറായില്ലേ? യശോദാമ്മ ചോദിച്ചു. അപ്പോൾ അകത്തു നിന്നും കത്തിച്ച നിലവിളക്കുമായി വീണ നടന്നു വന്നു. ഈറൻമുടി അഴിച്ചിട്ട് നെറ്റിയിൽ ഭസ്മക്കുറി വരച്ച് ഒരു നാടൻ പെൺകുട്ടി. കാണാൻ ഐശ്വര്യമുള്ളവളെങ്കിലും മുഖത്തെപ്പോഴും ശോകഭാവമാണ്. ദീപം ദീപം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിളക്ക് കത്തിച്ച് വരാന്തയിലേക്ക് വന്നു നിന്നു. ഈശ്വര, ഭഗവാനെ കാത്തോളണേ! യശോദാമ്മ കൈകൂപ്പി തൊഴുതു. വീണ നിലവിളക്കുമായി തുളസിത്തറക്കരികിൽ ചെന്ന് വിളക്ക് വെച്ച് തൊഴുതു. അച്ഛമ്മേ, അച്ഛനെന്താ വരാത്ത? ഉണ്ണിക്കുട്ടൻ യശോദയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അച്ഛൻ വരാറാകുന്നതല്ലേ ഉള്ളൂ മോനെ. മോൻ വരാന്തയിലിരുന്ന് നാമം ജപിക്കും, അപ്പോഴേക്കും അച്ഛൻ വരും, യശോദാമ്മ പറഞ്ഞു. വീണ ഇരുവരുടെയും സംഭാഷണം കേട്ട് നിസ്സംഗതിയോടെ നോക്കി നിന്നു. പിന്നെ വിളക്കുമെടുത്ത് തിരിഞ്ഞു. നടക്കാൻ ഒരുങ്ങിയതും മുറ്റത്ത് പോലീസ് ജീപ്പ് വന്നു നിന്നു. അച്ഛൻ വന്നേ! ഉണ്ണിക്കുട്ടൻ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും വീണയും യശോദാമ്മയും നോക്കി. ജീപ്പിൽ നിന്ന് കാശിനാഥൻ മടിച്ചിറങ്ങി. യശോദാമ്മ മകനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴാണ് അവൻ്റെ കയ്യിലെ പൂമാല അവർ ശ്രദ്ധിച്ചത്. അവരുടെ നെറ്റി ചുളിഞ്ഞു. ഇതെന്താടാ പൂമാലയൊക്കെ? അവർ സംശയത്തോട് ചോദിച്ചു. അവനൊന്ന് പരുങ്ങി. പിന്നെ തിരിഞ്ഞു നോക്കിയതും ജീപ്പിൽ നിന്നും അല്പം തലയെടുപ്പോടെ ശ്രീപാർവതി പുറത്തിറങ്ങി. പെട്രോളൊക്കെ കഴുകിക്കളഞ്ഞ് കുളിച്ച് വേഷം മാറിയാണ് അവൾ വന്നത്. അവളുടെ കഴുത്തിലെ താലിയും കയ്യിലെ പൂമാലയും കാശിനാഥനോട് ചേർന്നുള്ള നിൽപ്പും കണ്ട് അവർക്കെന്തോ പന്തികേട് തോന്നി. എന്താടാ ഇത്? ആരാ ഇവള്? യശോദാമ്മ ചോദിച്ചു. ഞാനാണമ്മേ, ശ്രീപാർവതി, കാശിയേട്ടൻ്റെ പഴയ കാമുകി. ഇന്നു മുതൽ എസ് കാശിനാഥൻ്റെ ഭാര്യ. കഴുത്തിലെ താലി ഉയർത്തി അവൾ സന്തോഷത്തോട് പറഞ്ഞതും ഇടിവെട്ടിയിട്ടതുപോലെ യശോദയും വീണയും തറഞ്ഞു നിന്നുപോയി. എന്ത്? കണ്ണൻ്റെ ഭാര്യയോ? വീണ പോയി അവരെ പിടിക്കാൻ കാശിനാഥൻ മുന്നോട്ട് വന്നതും ക്രോധത്തോട് അവർ അവനെ തടഞ്ഞു. തുടരുതന്നെ! അവരുടെ കണ്ണുകൾ തീപാറി. അമ്മയുടെ ഭാവം കണ്ട് ഒരു നിമിഷം അവൻ പകച്ചു നിന്നുപോയി. നിനക്ക് എങ്ങനെ തോന്നിയത് ഇത്? ഒരു നിമിഷം നീ നിൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർത്തു, നിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്തു. അവൻ എന്ത് പറയണമെന്നറിയാതെ വിഷമത്തോടെ മുഖം കുനിച്ചു നിന്നു. വീണയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവളൊന്നും മിണ്ടിയില്ല. കൂട്ടുകാരൻ്റെ നിസ്സഹായാവസ്ഥ കണ്ട് ജിതന് വിഷമം തോന്നി. അമ്മേ, സംഭവിച്ചത് എന്തെന്നറിയാതെ അവനെ കുറ്റപ്പെടുത്തല്ലേ. നീ അവന് വക്കാലത്തൊന്നും പറയണ്ട. പുതിയ ഭാര്യയും കൊണ്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങി പൊയ്ക്കോ അവിടുന്ന്. ഇനി കാണേണ്ടതിന്. അതും പറഞ്ഞ് യശോദാമ്മ വനാതിയിൽ കയറി ഇരുന്നു കിതച്ചു. അപ്പോഴേക്കും അയൽവക്കക്കാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അവിടേക്ക് വന്നു. ശ്രീപാർവതി ഒരു കുസലില്ലാതെ മുന്നോട്ട് വന്നു. അമ്മേ, എൻ്റെ കണ്ണേട്ട കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അമ്മയ്ക്ക് ഇഷ്ടമായില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അമ്മയുടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അമ്മ ഈശ്വര വിശ്വാസമാണ്. പുരാണ കഥകളൊക്കെ വായിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശ്രീകൃഷ്ണൻ 16,008 വിവാഹം കഴിച്ചതിനെ അമ്മ എതിർക്കുന്നുണ്ടോ? അതോ ആ ഒരു കാരണം കൊണ്ട് ഭഗവാൻ അമ്മ വെറുക്കുന്നുണ്ടോ? അവളുടെ ചോദ്യം കേട്ട് യശോദാമ്മയൊന്നും ഞെട്ടി അമ്പരപ്പോടെ അവളെ നോക്കി. പുരാണ കഥകളിലെ രാജാക്കന്മാർക്കൊക്കെ 2-3 ഭാര്യമാരില്ലേ? അതിനൊന്നും തെറ്റായി അമ്മ കാണുന്നില്ലല്ലോ. പിന്നെന്തിനാ സ്വന്തം മകൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? യശോദാമ്മയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. എല്ലാവരും വായും പൊളിച്ച് അവളെ നോക്കി നിന്ന് പോയി. കാശിനാഥൻ ഈ വീട്ടിലെ മകനാണ്. ഒന്നാമതായാലും രണ്ടാമതായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ തന്നെ ഞാൻ താമസിക്കും. അതും പറഞ്ഞ് അവൾ നേരെ വീണയുടെ അരികിലേക്ക് ചെന്നു. അവളെ ആദ്യം ഒന്ന് തറപ്പിച്ച് നോക്കി. പിന്നെ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് അവൾ വീട്ടിലേക്ക് കയറി. ഈശ്വര, ഇവൾ എന്ത് ഭാവിച്ചാണോ അവൾ ഇവിടേക്ക് വന്നു കയറിയത്? എന്തായാലും കണ്ടറിയാം. ജിതൻ നെടുവീർപ്പോടെ കാശിനാഥനെ നോക്കി. പോട്ടടാ, നാളെ കാണാം. അതും പറഞ്ഞവൻ ജീപ്പിൽ കയറി. ജീപ്പ് കുറച്ചപ്പുറത്തുള്ള വീട്ടുമുറ്റത്ത് ചെന്ന് നിന്നു. വണ്ടി ഒതുക്കി ജിതൻ ഇറങ്ങിയതും മുറ്റത്ത് തന്നെ എല്ലാ കാഴ്ചയും കണ്ട് താടിക്ക് കൈയും വെച്ച് നിൽപ്പുണ്ടായിരുന്നു അമ്മണിയമ്മ. അമ്മ എന്താ എന്നിങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല. എന്നാലും കാശിക്ക് ഇത് എന്തു പറ്റി? സ്വന്തം ഭാര്യ ഒരു ഭാര്യ കുഞ്ഞുമില്ല അവന്, എന്നിട്ട് രണ്ടാമതൊരുത്തി കൂടി കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു, അമ്മണിയമ്മ ദേഷ്യത്തോട് പറഞ്ഞു. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം അമ്മ പോയി കഴിക്കുക, എന്തെങ്കിലും എടുത്തേക്ക്. നല്ല വിശപ്പുണ്ട്, ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. അതും പറഞ്ഞ് ജിതൻ അകത്തേക്ക് നടന്നു. ഒരു നെടുവീർപ്പോടെ അമ്മണിയും പുറകെ നടന്നു. പൂജാമുറിയിൽ വിളക്ക് കൊണ്ടുവച്ച് ശ്രീപാർവതി അതിന് മുന്നിൽ നിന്ന് കൈകൂപ്പി തൊഴുതു. ഈശ്വര ഭഗവാനെ,
ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതിൽ ശരിയും തെറ്റും ചികഞ്ഞെടുക്കാനുള്ള സമയവുമില്ല. എല്ലാം നന്നായി പോകാൻ അനുഗ്രഹിക്കണം. അവൾ മനമുരുകി പ്രാർത്ഥിച്ച ശേഷം പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ചുറ്റും നോക്കി. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അപ്പോഴാണ് കാശിനാഥൻ അവിടേക്ക് വന്നത്. അവരെ കണ്ടതും അവൾ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. കണ്ണേട്ടാ, ഏതാ നമ്മുടെ മുറി? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവനെ അവളെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി. ഇതെന്ന് ഇങ്ങനെ നോക്കുന്ന നമ്മുടെ മുറിയല്ലേ ചോദിച്ചുള്ളൂ. മുറിയാ? വേണമെങ്കിൽ ഇതാ അവിടെ കാണാൻ ചുരുളൂടി കിടന്നോണം. നിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഞാൻ വഴങ്ങിയെന്നത് നേരിട്ട് തന്നെ എന്ന് വെച്ച് എൻ്റെ ഭാര്യ അധികാരവും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് അങ്ങനെ വന്നാണ്ടല്ലോ, തൂക്കിയെടുത്ത് പുറത്തെറിഞ്ഞ്. അത്രയും പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ മുറിയിലേക്ക് കയറി കഥ കടിച്ചു. ഓ, അപ്പോൾ ഇതാണല്ലേ മുറി. ശരി, നിങ്ങളെപ്പോൾ അവിടെ അടയിരിക്കില്ലല്ലോ, പുറത്തേക്ക് വാ, അപ്പോൾ പറയാൻ ബാക്കി. അതും പറഞ്ഞ് അവൾ നടന്നു. തുടരും.